ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് കണിയാപുരം അണ്ടൂർക്കോണം ലൊക്കേഷനിലാണ്. ഇവിടെ 5.7 സെൻറ്റിൽ 2050 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയതും കൂടാതെ 4 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഇരുനില വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് അല്ലെങ്കിൽ ചോദിക്കുന്ന വില എന്നുള്ളത് 89 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 280 മീറ്ററാണ് വീട്ടിലേക്കുള്ള ദൂരം. ഇവിടെ ഫുള്ളായിട്ടും ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്യാസ് കൊടുത്തിട്ടുണ്ട്, കിണർ നൽകിയിട്ടുണ്ട്, വാട്ടർ കണക്ഷൻ്റെ പൈപ്പ് ലൈൻ ഉണ്ട്. ഇവിടെ എല്ലാം പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കേണ്ട സ്പേസ് ഉണ്ട്. ടോട്ടൽ 5.7 സെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഓപ്പൺ സ്പേസ് ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ആയിട്ടൊരു കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് കാണാം. അവിടെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നേരെ ഒരു സിറ്റ് ഔട്ടിലേക്കാണ്. ഇവിടെ സിറ്റ് ഔട്ടിൽ 160/80 സൈസുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടും ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. അകത്തേക്ക് വരാൻ മൊത്തത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസുള്ള ബെട്രിഫൈഡ് ടൈലാണ്. അതിൽ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റ് കാണാം. അതുപോലെ സെറ്റ് ഇടാൻ വേണ്ടി പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിലെല്ലാം ഫുള്ളായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തും അതുപോലെ സർഫസ് ലൈറ്റ് കൊടുത്തും ജിപ്സം സീലിംഗ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ലിവിംഗ് ഏരിയ നോക്കുകയാണെങ്കിൽ വലിയ ലിവിംഗ് ഏരിയ ആണ്. ഇവിടെ ഒരു വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ TV ഒക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു TV യൂണിറ്റ് ആണ്. മുകളിലായിട്ട് പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയ നോക്കുകയാണെങ്കിൽ സ്പേസുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ്. മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള പോയിന്റ് ലൈറ്റ് കൊടുത്തുള്ള സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ ഒരു സെർവിങ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അത് വലിയ സെർവിങ് കൗണ്ടറാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് കിച്ചണിൽ നേരെ സെർവ് ചെയ്ത് ഡൈനിങ് ഏരിയയിലേക്ക് ഫുഡ് എടുക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു സെർവിങ് കൗണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ ഇവിടെ വാഷ് കൗണ്ടറും കാണാം. വാഷിംഗ് ഏരിയ കൊടുത്തിട്ട് നല്ല പ്രൈവസി ആയിട്ട് ഒതുക്കിയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലാണ് വാഷ് ബേസിൻ ഏരിയ വരുന്നത്. അവിടെ മിററുണ്ട്. അതിൽ ടച്ച് ചെയ്തുകൊണ്ട് ചേഞ്ച് ആവുന്ന, അതായത് ഓൺ ചെയ്യാൻ പറ്റുന്ന മിററും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ടവൽ റോഡും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. എല്ലാം അലൂമിനിയം സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഉളുത്ത് പോകുന്ന യാതൊരു പേടിയും വേണ്ട. ഇനി നമുക്ക് നേരെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുകൾ കൊടുത്തിരിക്കുകയാണ്. അവിടെ നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. ഫുള്ളായിട്ട് ബേസ് ക്യാബിനറ്റും അപ്പർ ക്യാബിനറ്റും ചെയ്തിട്ടുണ്ട്. ഗ്ലെൻ്റെ ഹുഡും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഫുള്ളായിട്ടും അലൂമിനിയം സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്കുള്ളൊരു സർവിങ് കൗണ്ടർ നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള ഒരു സർവിങ് കൗണ്ടറാണ്. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ടും അലൂമിനിയം സ്ട്രക്ചറിൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തുള്ള കബോർഡും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിങ്കും കാണാം. ഇനി നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് പോകാം. കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ ഫുള്ള് ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്, ബേസ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്, സിങ്കോ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ പുറത്ത് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ ഇത് കൂടാതെ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട്. ഇത്രയും സ്പേസ് പുറത്തേക്ക് കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ അങ്ങോട്ടേക്കും സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം. ഈ ഒരു ഫോയർ എന്നാണ് 2 റൂമുകളിലേക്ക് പോകുന്നത്. ഇതിൻ്റെ മുകളിലായിട്ടും സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ 2 കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പുറകിലായിട്ട് ഫുൾ ടെക്സ്ചർ കാണാം. ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. ഏകദേശം 12-11 സൈസുള്ള ബെഡ്റൂമാണ്. ഇവിടെ ആയിട്ടും വിൻഡോസ് കാണാം. GMൻ്റെ സ്വിച്ച് ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് തീമിലുള്ള ഒരു സ്വിച്ച് ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം സെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സീലിംഗ് ഹൈറ്റ് വരെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. SOS ഫാൻ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ റൂമിലേക്ക് പോകും. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിന് സൈസ് നോക്കുകയാണെങ്കിലും 12-10 സൈസാണ്. ഇവിടെ ഈ വിൻഡോസ് ആണ്. അതുപോലെ ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നൈറ്റ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിലും സീലിംഗ് ഹൈറ്റ് വരെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഫുള്ളി സെറയുടെ ഫിറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. SOS ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി 2 ബെഡ്റൂമുകളും മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ ഹാൻഡ് റെയിൽസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. അതുകൂടാതെ സ്റ്റെപ്പ്, ട്രെഡ്, ഗ്രാനൈറ്റ്, റൈസർ ടൈലുമാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് 3 പർഗോള കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് പോകുമ്പം വലിയൊരു അപ്പർ ലോഞ്ചിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിശാലമായി കിടക്കുന്ന വലിയ അപ്പർ ലോഞ്ചിലേക്കാണ് വരുന്നത്. ഇവിടെ ഒരു TV യൂണിറ്റ് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള പോയിന്റ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെയും 2 ബെഡ്റൂമാണ് വരുന്നത്. ആ 2 ബെഡ്റൂമിൻ്റെ സ്ഥാനവും നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതുകൂടാതെ ഒരു ബാൽക്കണിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും.
അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ ബാൽക്കണി ഏരിയ. ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലും കൂടാതെ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് G2 പറകുവള കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അതുപോലെ തന്നെയാണ് പറകുവള കൊടുത്തിരിക്കുകയാണ്. ഇത് കൂടാതെ നമ്മുടെ കാർ പോർഷൻ്റെ മുകളിലുള്ള ഈ ഒരു ഏരിയ നമുക്കൊരു ഓപ്പൺ ടെറസ് അല്ലെങ്കിൽ ഒരു ഗസീബോ പോലെ കിട്ടുന്നതാണ്. ഇവിടെ ഹാൻഡ് റെയിൽസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ല സ്പേസ് ഉള്ളൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഒരു ഗസീബോ കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ ആർച്ച് കൊടുത്തുള്ള ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ്, അതേ സൈസിൽ റൂം തന്നെയാണ്. അതുകൂടാതെ ഇവിടെ ഫുള്ള് 5 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫുള്ളി യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ്. എല്ലാം ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിലും ഏകദേശം 12.5-11 സൈസുള്ള റൂം തന്നെയാണ്. ഇവിടെ 5 വിൻഡോസ് കാണാം, ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, നൈറ്റ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവർ വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ യാതൊരു വ്യത്യാസവും ഇല്ല. സ്വിച്ച് ബോർഡെല്ലാം GM തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഓപ്പൺ ടെറസ് സൈഡിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ ഓപ്പൺ ടെറസിലേക്ക് വരാം. ഈ ഒരു ചെറിയ ഓപ്പൺ ടെറസാണ്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്, ടാപ്പ് കാണാം, അതുപോലെ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകും, റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ റൂഫ് ടോപ്പ് ഏരിയ. ഇവിടെ ഫുള്ളി വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിരിക്കുകയാണ്, വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ IT പാർക്കുകളിലേക്കും ആക്സസ് ചെയ്യാൻ എളുപ്പമുള്ള ലൊക്കേഷൻ കൂടിയാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വീടുകളുള്ള ലൊക്കേഷൻ കൂടിയാണ്. പിന്നെ മെയിൻ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ 280 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അപ്പോൾ അത്രയും അടുത്ത ലൊക്കേഷനിൽ 5.7 സെൻറ്റിൽ 2050 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, കൂടാതെ 4 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഉള്ളത് 89 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ തൊട്ട് അടുത്തായിട്ട് 2 വീടുകളുണ്ട്. അത് 4.25 സെൻറ്റും 5 സെൻറ്റുള്ള വീടുകളാണ്. 74 ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് എന്നുള്ള 89 ലക്ഷം രൂപയാണ് ആസ്കിങ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ടോട്ടലി 3 വീടുകളുള്ളത്. ഏത് വീട് കാണണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം.